ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഈ അലർജി, ശ്വാസം മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം അലർജി, ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ എല്ലാവരും എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും രാവിലെ ഒരു 7 മണീൻ്റെ മുന്നേ നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ അലർജിക്കും ശ്വാസം മുട്ടലിനും ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. ആ തുമ്മൽ അത് അനുഭവിക്കുന്നവർക്ക് അത് ശരിക്കും അറിയാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കൊരു എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 15 പ്രാവശ്യം എങ്കിലും തുമ്മൽ തന്നെയായിരിക്കും. അപ്പം ഞാൻ രാവിലെ ഇപ്പം കുറേ ആയി ഇങ്ങനെ രാവിലെ തന്നെ കുളിയും ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതെൻ്റെ ഇൻഹേലറാണ്. പിന്നെ ഇത് ഞാൻ മരുന്ന് വെച്ചിട്ട് 18 വർഷമായി എനിക്ക് ശ്വാസം മുട്ടും അലർജി എൻ്റെ കൂടെ കൂടിയിട്ട്. അപ്പോൾ മാറ്റം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലത്തിന് ശേഷം എനിക്ക് ഇപ്പോഴാണ് ഒരു അലർജിക്ക് ഉള്ളൊരു മാറ്റം വന്നിട്ടുള്ളത്. ഇൻഹേലർ ഒരു ദിവസം ഞാൻ 4-5 പ്രാവശ്യം ഇൻഹേലർ ഉപയോഗിച്ചത്. ഗുളിക ഇഷ്ടമാതിരി ഗുളികയും കഴിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ എന്തോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അക്യുപഞ്ചർ എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതാണോ പിന്നെ ഒരു മാറ്റം വന്നത്. പിന്നെ ഷാജഹാൻ ഡോക്ടർ പറഞ്ഞ പോലെ എൻ്റെ സഹപാഠിയാണ് ഒരു മഞ്ഞളും തേനും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അത് കുറേ ആയി അത് ഈ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അക്യുപഞ്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു ദിവസം ഞാൻ പറയാം. കാരണം അക്യുപഞ്ചർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്. കാരണം 74 കിലോ ഉണ്ടായിരുന്ന ഞാൻ ആ ഡോക്ടറെ അടുക്ക പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വെയിറ്റ് അത്രയാണുള്ളത്. അപ്പോൾ അത് ഒരു സൂചിയാണ് നമുക്ക് കുത്തി വെക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് ആ സൂചി വെക്കും. പക്ഷേ ആ സമയത്ത് എൻ്റെ വെയിറ്റ് നല്ലോണം കുറഞ്ഞ് ഞാനിപ്പോൾ ഒരു 62 കിലോ ആയി മാറി. അതോടൊപ്പം തന്നെ കഫം എന്ന് പറഞ്ഞാൽ ഇതുവരെയും കെട്ടിക്കിടന്ന കഫം കംപ്ലീറ്റ് കുരച്ചിട്ട് ഇതാക്കിയിട്ട് തുപ്പി പോയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എന്തോ എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസമല്ലേ. അതുപോലെ എനിക്കതൊരു ഇഷ്ടപ്പെട്ടൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ എല്ലാവരും പറയും ഒരു ചെറിയൊരു സൂചി കുത്തിയതിനെ കൊണ്ട് എന്താണ് എന്നുള്ള. പക്ഷേ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു സംഭവം ഞാനൊരു ദിവസം പറഞ്ഞു തരാം. ഇപ്പം എനിക്കൊരു സൂചി മാത്രമല്ല കുത്തുന്നത്. ശരിക്കും പറയുക വെച്ചാൽ തല തൊട്ടിട്ട് കാലിൻ്റെ വിരൽ വരെ ഒരു ശരീരത്തിൽ തന്നെ ഒരു 18-20 സൂചി കുത്തി വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസും എല്ലായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാം. പക്ഷേങ്കിൽ ഇപ്പം ഞാനതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്കിപ്പോൾ ഈ ഒരു കാലാവസ്ഥ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ആ മാറി വരുമ്പോൾ അത് എനിക്ക് എന്തായാലും അത് ബാധിക്കും. അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് ഇത് ഞാനിങ്ങനെ ഈ മരുന്ന് ഇതിൻ്റെ അകത്ത് വെക്കും. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എന്ത് ചെയ്യും, ഇത് 2-3 പ്രാവശ്യം ഇത് ചെയ്യും. അപ്പം മരുന്ന് ഒന്നും എവിടെ അങ്ങോട്ട് മിസ്സായി പോവില്ല. അല്ലാണ്ട് ഇത് നമ്മളിങ്ങനെ വെച്ച് വലിക്കുമ്പം കുറേ ഇതിലൂടെ കാറ്റായിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. ഞാനിത് ഇന്ന് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത്. അതുകൊണ്ട് ഇന്നൊന്ന് ചെയ്ത് അതിന് ശേഷം എനിക്ക് പറഞ്ഞ പോലെ LICൻ്റെ ഏജൻസി എൻ്റെ കയ്യിലുണ്ടായിട്ട് 15 വർഷത്തോളമായി. ഒരുപാട് ചെയ്യാണ്ട് നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രപ്പോസൽ ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്. ഇതെല്ലാം ഇനിയിപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് എഴുതി പറയുന്ന പോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുപോകണം. പിന്നെ LIC എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരോടും എന്നോട് LIC ചേരുമെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു LIC ഏജൻറ്റുമാരെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ശത്രുതയെ പോലെയാണ് അധികം ആൾക്കാരും. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർക്ക് LICനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ചില പാർട്ടിക്കാർ ഇങ്ങോട്ട് നമ്മൾ ഏജൻറ്റിനെ വിളിച്ചിട്ട് തന്നെ എനിക്ക് ഇന്നേ പോളിസി വേണം, അതിനെത്രയാണ് മെച്യൂരിറ്റി, ഇങ്ങനെയുള്ള സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാൽ കൂടി നമ്മൾ എത്ര വട്ടം ഒരു
10-15 വട്ടം ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്യേണ്ടി വരും, മെസ്സേജ് അയക്കേണ്ടി വരും. ആ സമയത്തിൽ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിനോട് ഒരു മടുപ്പ് വരും. ഇനി പറ്റൂല എത്ര ഇങ്ങനെ. പക്ഷേങ്കിൽ ഏറ്റവും നല്ല ഒരു വ്യക്തി ഒരു കോടിൻ്റെതോ 50 ലക്ഷത്തിൻ്റെ ഒന്നും എടുക്കാൻ പറയുന്നില്ല, 1 ലക്ഷത്തിൻ്റെതെങ്കിലും ഒരു പോളിസി, ഒരു ഇൻഷുറൻസ് എല്ലാ ആൾക്കാരും എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്ത് വരും, എപ്പോൾ സംഭവിക്കും എന്നുള്ള ഒരു പിടുത്തവും ഇല്ല. നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് ഒരു സുരക്ഷ, അതാണ് ഇൻഷുറൻസ്. അല്ലാണ്ട് നമ്മൾ വണ്ടിക്ക് ഇൻഷുർ എടുക്കുന്നുണ്ട്, വീടിന് ഇൻഷുറുണ്ട്. അപ്പം നമ്മൾ ഈ കഷ്ടപ്പെടുന്ന പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുർ എടുക്കാൻ നമ്മളാരും തയ്യാറാവുന്നില്ല. അതെന്തായാലും ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടുകൊണ്ടോ ഒരു വോയിസ് ഇട്ടുകൊണ്ടോ ഒന്നല്ല, അവനവന് തോന്നേണ്ടതാണ്. ഒരു ദിവസം ഒരു 1000 ഉറുപ്പ്യൻ്റെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 20 ഉറുപ്പ്യ ഞാൻ LICക്ക് മാറ്റി വെക്കട്ടെ, എൻ്റെ മക്കൾക്ക് മാറ്റി വെക്കട്ടെ, ഒരു 20 ഉറുപ്പ്യ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്കെല്ലാം മക്കളെ ബർത്ത്ഡേക്ക് ഡ്രസ്സായിട്ടും കേക്കായിട്ടും കളിക്കുന്ന സാധനങ്ങളായിട്ടും ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള രക്ഷിതാക്കൾ എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സും കാര്യങ്ങളും അതൊന്നുമല്ല കൊടുക്കണ്ടേ. ശരിക്ക് 2 മക്കളാണോ അല്ലെ 3 മക്കളാണോ ഉള്ളതെങ്കിൽ ഓരോരോ മക്കൾക്ക് വെച്ചിട്ട് ഓരോ ബർത്ത്ഡേ വരുമ്പോൾ ഓരോരോ പോളിസി ആ മക്കളെ പേരിൽ ചെയ്തു കൊടുക്കുക. അത് ഓരോ അച്ഛനും അമ്മയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും സത്യമായിട്ട്. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഒരു സൗണ്ട് ഈ വീഡിയോൻ്റെ അകത്ത് ഉണ്ടാവും. എന്താ വെച്ചാൽ ഷീറ്റിൻ്റെ മുകളിൽ മഴ നല്ലോണം പെയ്യുന്നുണ്ട്, അതിൻ്റെ ആ സൗണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ മൈക്കൊന്നുമില്ല, എല്ലാത്തിനൊരു പരിധിയും പരിമിതികളും ഉണ്ടല്ലോ. അപ്പം ചെറിയ ഫോണാണ്, അതുകൊണ്ട് ആ സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നങ്ങ് ക്ഷമിച്ചേക്കണേ. പിന്നെ ഇനിയൊരു മാറ്റം വരുത്തണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറയണ്ടേ, എന്നെ കൂടെ കൂട്ടുക.